ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ ഈ സീസൺ ആരംഭിച്ചിട്ട് അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ സീസൺ ആയിരുന്നു ഇനീഷ്യൽ മാച്ചസിൽ. പക്ഷേ ഈ ലീഗിൽ ഈ സീസണിൽ 24 മത്സരങ്ങളാണ് നമുക്ക് ലീഗ് മാച്ചസിൽ കളിക്കാനുള്ളത്. അതിലെ 1/3 കഴിഞ്ഞു, അതായത് 8 മാച്ചസ് കഴിഞ്ഞു. ആ 8 മാച്ചസ് കഴിയുമ്പോൾ നമ്മൾ 10ാം സ്ഥാനത്താണ്. 8 മാച്ചിൽ നിന്ന് ആകെ 8 പോയിൻ്റാണ് നമ്മുടെ സമ്പാദ്യം. 2 വിജയം, 2 സമനില, 4 തോൽവി. സോ ഇതൊരു റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പുവർ പെർഫോമൻസ്, അൺഡൗട്ടഡ്ലി പുവർ പെർഫോമൻസ്. ബേസിക്കലി ഒരു ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗുഡ് റൺ ഇൻ എ ലീഗ് എന്നൊക്കെ പറയണമെങ്കിൽ ഒരു 2 പോയിന്റ്സ് ഏവറേജ് ടീമിന് കിട്ടണം പെർ മാച്ച്. സോ 8 കളിയിൽ നിന്ന് 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1. സോ ഒരു 16 പോയിന്റ്സ് ഒക്കെ വരേണ്ട ഒരു ബ്രേക്കിലാണ് നമ്മൾ 8 പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ വി ആർ ജസ്റ്റ് ഹാഫ് ഓർ ബിലോ ഹാഫ്. കാര്യപ്പെട്ട പോസിറ്റീവ്സ് ഒന്നും എടുത്തു പറയാനില്ല. നമ്മളുടെ ഡിഫൻസ് ടെറിബിളാണ്. ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ള 2 പേരെയൊന്നും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതും ഈസി മിസ്റ്റേക്സ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ആകെയുള്ള ഒരു പോസിറ്റീവ് എടുത്ത് പറയാനുള്ളത് നമ്മളുടെ ഫോറിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിമിനസ് ഗോളുകൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്ലെയറിൻ്റെ ക്വാളിറ്റിയാണ് എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ പല ഫോറിൻ പ്ലെയേഴ്സും നോട്ട് ഇൻ ദെയർ ബെസ്റ്റ് ഫോം. പിന്നെ കുറച്ച് ഇഞ്ചറി കൺസേൺസ് ഉണ്ട്. ഇനി ഇഞ്ചറി കൺസേൺസ് മാറ്റി വെച്ചാൽ തന്നെ ഡിഫെൻസീവ് ഒരിക്കലും ഷേപ്പിൽ ഒരു മാച്ചും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് ചൈൽഡിഷ് സ്കൂൾ ബോയ് ഡിഫെൻഡിങ് ഒക്കെയാണ് നമ്മളുടെ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇങ്ങനെ നമ്മളുടെ 3 ഭാഗമായിട്ട് നമ്മൾ സീസണിനെ ഇപ്പോൾ 8 മാച്ച് കഴിഞ്ഞുകൊണ്ട് 3 ഭാഗമായിട്ട് തീർത്താൽ ആദ്യത്തെ ഭാഗത്ത് പൂർണ്ണ പരാജയമാണ്. നമ്മൾ ദുരന്തം അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്ര അധികം നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും കുറച്ച് ഫാൻസ് ഉണ്ട്. ഞാൻ അതിൽ പെടുന്ന ഒരാളാണ്. റിയലി ഒപ്റ്റിമിസ്റ്റിക് ആണ് നമ്മളുടെ ടീമിനെ കുറിച്ച്. ബേസിക്കലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ ക്ലബ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതുപോലെ നമ്മുടെ സ്വന്തം ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ്, ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആയിട്ടുള്ള IPL ആണെങ്കിൽ രാജസ്ഥാൻ റോയൽസ്, ഇപ്പോൾ നാഷണൽ ഫുട്ബോൾ ടീമാണെങ്കിൽ ഇംഗ്ലണ്ട്. സോ ഇങ്ങനത്തെ ടീമുകളാണ്. സോ ഞാനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫാനല്ല. എൻ്റെ ടീമുകളാരും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുള്ള റിസൾട്ട് തന്നിട്ടുമില്ല എന്നുള്ളൊരു ഫാക്റ്റ് മുന്നിൽ വെച്ച് പറയട്ടെ. ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാനാണ്. അടുത്ത മാച്ചിൽ നല്ലത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ നല്ലത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് കളി കാണുന്ന ഒരു ഫാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 8 മാച്ചസ് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പോസിറ്റീവായിട്ട് പറയാനുള്ളത് ജീസസ് ജിമിനസിൻ്റെ ക്വാളിറ്റി മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ സീസണിനായിട്ട് ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കഴിഞ്ഞ സീസണിലെ ആദ്യത്തെ 8 മാച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല പൊസിഷനിലാണ്. അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദ മാച്ചസ് കഴിഞ്ഞ് നമ്മൾ ജനുവരിയിൽ ഏഷ്യ കപ്പ് ബ്രേക്കിന് വേണ്ടിയിട്ട് ISL ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഓഫ് ദ ടേബിളാണ്. സോ ഒരു ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിനെ സംബന്ധിച്ചിടത്തോളം വി ആർ മോസ്റ്റ് ഹാപ്പി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന്. പിന്നീട് എന്താണ് സംഭവിച്ചത്? നമ്മളുടെ 3 വർഷമായിട്ട് നമ്മളുടെ ടേണിലുണ്ടായിരുന്ന ഇവാൻ ബുക്കോമിനിച്ച് എന്ന് പറയുന്ന കോച്ച് സൂപ്പർ കപ്പിൽ നമ്മൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഓക്കെ, അത് ലീവ് അപ്പാർട്ട്. ISLൻ്റെ മാത്രം പറയുകയാണെങ്കിൽ 11 മത്സരങ്ങൾ ഇവാൻ ബുക്കോമിനിച്ച് കോച്ച് ചെയ്ത അവസാന 11 മത്സരങ്ങളിൽ 8 മത്സരം ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. 2 മത്സരങ്ങളാണ് ജയിക്കാൻ സാധിച്ചത്, 1 സമനില. ഇതാണ് നമ്മുടെ 11 മത്സരത്തിൽ നമുക്കുണ്ടായിരുന്നത്. സോ 2 വിജയം 1 സമനില എന്ന് പറയുമ്പോൾ 7 പോയിൻ്റാണ് നമുക്ക് 11 മത്സരത്തിൽ നിന്ന് കിട്ടിയത്. സോ കമ്പയറിങ് വിത്ത് ദാറ്റ് ഹാഫ് ആൻഡ് ദിസ് ഹാഫ്, I think this is better. So this is the way I find happiness. Expect something good to come. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നോർമലി ഒരു ടീം നല്ല മൊമെൻറ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടീമിനത് ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്. അതർ സൈഡ് നല്ലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോശം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് റീഗ്രൂപ്പ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പുതിയ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാനും പുതിയൊരു ഗെയിം ട്രൈ ചെയ്യാനും വാട്ട് വെൻ റോങ് എന്ന് അവർക്ക് അനലൈസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും എന്ന് പറയുന്നതാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഇതിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ഇന്ത്യൻ ടീമിൽ കോളപ്പ് കിട്ടിയിട്ടുള്ള ഒരു പ്ലെയറുള്ളൂ, അത് വിപിൻ മോഹൻ മാത്രമാണ്.
ബാക്കി പ്ലെയേഴ്സ് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കാണ്. എല്ലാവരും 14-ാം തീയതി, അതായത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് നമ്മൾ തിരിച്ച് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം. സോ വി ഹാവ് 10 days ടു റെക്ടിഫൈ അവർ മിസ്റ്റേക്സ് ഓർ വർക്ക് ഓൺ അവർ നെഗറ്റീവ്സ് ഓർ മേക്ക് ഇറ്റ് പോളിഷ് ഇൻ ടു ബെറ്റർ. സോ നമുക്ക് ഒരുപാട് ടൈമുണ്ട്, 10 ദിവസത്തെ സമയമുണ്ട്. അത് കഴിഞ്ഞ് 24th നമ്മൾ മാച്ചസിന് പോകുന്നത്. 16 മാച്ചസ് മുന്നിലുണ്ട്. ആ 16 മാച്ചസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ഗെറ്റ് എ ഗുഡ് സ്ട്രൈക്ക് റേറ്റ് ലൈക്ക് 2 points per match, പോയിന്റ്സ് ഇപ്പോൾ വിൻ ചെയ്ത 3 ആണ്, ഡ്രോ ആയ 1 ആണ്. സോ അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ട് പറയണതാണ് 2 points per match. ഐ എം എക്സ്പെക്റ്റിംഗ് ലൈക്ക് 34 points. 16 കളിയിൽ നിന്നൊരു 34 പോയിൻ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ, എനി ബിഗ് ടീം ഓർ എനി സ്മോൾ ടീം ഐ ഓൾവേസ് പ്രിഫർ ടു വിൻ. അല്ലാതെ മുംബൈനായിട്ട് കളിക്കുമ്പോൾ ഒരു വലിയ ടീമാണ്, നമ്മൾ തോൽക്കും, അപ്പോൾ ആ 3 പോയിന്റ് വേണ്ട. അല്ലെങ്കിൽ മോഹൻ ബഗാനായിട്ട് കളിക്കുമ്പോൾ നമ്മൾ തോക്കും. ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും മാച്ചസ് കാണാറില്ല. മാച്ചസ് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ കാണുന്നത്. സോ 16 മാച്ചസ് ഐ എം എക്സ്പെക്റ്റിംഗ് അറൗണ്ട് ഫിഗർ ഓഫ് 34 points ഫ്രം ദാറ്റ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 8 points കൂടി 42 points ഇസ് വാട്ട് ഐ എക്സ്പെക്ട്. ഒരു സംഭവം നിയർ 3rd പൊസിഷൻ എൻഡ് ഓഫ് ദ സീസൺ. ഇതൊക്കെ പറയാനുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ ഐ ആം വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് അവർ പ്രസൻറ്റ് ഹെഡ് കോച്ച് മിഖായിൽ ഛത്രി. പുള്ളിയുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. കാരണം നമ്മളൊരു ആസ് എ നോർമൽ ഫാൻ കളി കാണുന്ന സമയത്ത് നമുക്ക് മിസ്സിങ് ആയിട്ട് തോന്നുന്ന ലിങ്ക്സ് ആളത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലെയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്പോട്ട് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫോഴ്സ്ഫുൾ ചേഞ്ചസ് വരാൻ വേണ്ടി 75 minutes 80 minutes വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആളൊരു ഡിസിഷൻ എടുത്തിട്ട് അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റിയോ എന്ന് ഉള്ള ഡൗട്ട്ഫുള്ളിൽ നിൽക്കുന്ന കോച്ചുമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഐ എം ഹിയർ ടു കറക്റ്റ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന കോച്ച്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇംപ്രസീവ് ഫോർ മീ ഫോർ ദിസ് സീസൺ. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു നമുക്ക് വരുന്ന ബാക്കി 2 halves, ഇനി 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ first 8 is completed, the second 8 we will create a good positive vibe and will bring points. സോ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. സംതിങ് ഗുഡ് is going to happen in Kerala Blasters. So guys, stay tuned with other updates and other talks. We'll catch you after the match against Chennai on 24th on my YouTube live. It's bye from Anas Yusuf.